അധികം വലിച്ചു നീട്ടാതെ ഒരു കോട്ടയം സ്റ്റൈൽ മീൻ കറിയുടെ റെസിപ്പി കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടോ. ഞാനും ഫസ്റ്റ് ടൈം ഉണ്ടാക്കി നോക്കിയാണ്. സംഭവം നല്ല ടേസ്റ്റ് ആയതുകൊണ്ടാണ് ഈ വീഡിയോ ഷെയർ ആക്കുന്നത്. അപ്പോൾ അതിന് ആദ്യം തന്നെ ചട്ടി അടുപ്പത്ത് വെക്കുക. ചട്ടി നല്ലപോലെ ചൂടായി വരുമ്പോൾ കുറച്ച് അധികം തന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഉലുവ മാത്രം ഇട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുക. കടുക് ഇപ്പോൾ ഇടേണ്ട ആവശ്യമില്ല കേട്ടോ, വയ്യെ പറയാം. ഇനി വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ചതും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിന് ചെറിയുള്ളിൻ്റെ ആവശ്യമില്ല കേട്ടോ. അങ്ങനെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് മൂത്ത് വന്നതിന് ശേഷം മസാലപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളകും പൊടി ഇട്ടോ. മുളകും പൊടീൻ്റെ പകുതി ഞാൻ കാശ്മീരി മുളകും പൊടി ഇട്ടോ എടുത്തിട്ടുള്ളത്. ഓരോരുത്തർ എരിവിനനുസരിച്ച് ഇടുക. മല്ലിപ്പൊടി അങ്ങനത്തെ ഐറ്റംസ് ഒന്നും വേണ്ട, വെറും മഞ്ഞൾപ്പൊടി മുളകും പൊടി മാത്രം മതിയേ. അതും ഇനി മസാലേൻ്റെ ആ പച്ചമണം മറോളം ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള പുളി, കുടംപുളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. വളംപുളിനെക്കാട്ടിലും ബെറ്റർ കുടംപുളിയാണ് ഈ മീൻ കറിക്ക് വേണ്ടത്. അങ്ങനെ കുടംപുളി അതിൻ്റെ വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് വേണ്ട വെള്ളം കൂടി ഒന്ന് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. പാകത്തിന് ഉപ്പും കൂടി ആഡാക്കിയിട്ട് ഈ മസാല നല്ലപോലെ ഒന്ന് വെട്ടി തിളക്കോളം ഒന്ന് സമയം കൊടുക്കാം. അങ്ങനെ ഈ വെള്ളം നല്ലപോലെ വെട്ടി തിളച്ച് വരുമ്പോൾ നമുക്ക് ഇതിക്ക് കഴുകി ക്ലീനാക്കി വെച്ചിട്ടില്ലേ കഷ്ണം മീൻ കേട്ടോ, തൂത മീനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്, അതിട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ എന്താ, അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. കുക്കായി വന്നതിന് ശേഷമാണ് നമുക്ക് കുറച്ച് ഉലുവയും കടുകും ഒന്ന് വറുത്ത് പൊടിച്ച് മാറ്റിയെടുക്കണേ. ആ ഒരു പൊടി കുറച്ചൊന്ന് മേലൊന്ന് തൂക്കി കൊടുത്താൽ നല്ല അടിപൊളി കോട്ടയം സ്റ്റൈൽ മീൻ കറി റെഡി ആയിട്ടുണ്ട്. സംഭവം സിമ്പിളായിട്ട് ഉണ്ടാക്കുക, നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടമായിക്കിടുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യാനും, ചാനൽ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളേ. അടുത്ത നല്ല റെസിപ്പി വീഡിയോ ആയിട്ട് പിന്നെ വരെ. അപ്പോൾ ഓക്കെ, ബൈ.